ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോളിഫ്ലവർ കേട്ടോ. ഈ കോളിഫ്ലവർ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഒക്കെ ഇട്ട സമയത്ത് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ കോളിഫ്ലവർ നമുക്ക് ഇങ്ങനെ ക്ലീൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ. അതുകൊണ്ടാണ് പലപ്പോഴും കോളിഫ്ലവർ വെച്ചിട്ട് ആളുകൾ ഒന്നും ഉണ്ടാക്കാനോ ഇല്ല പരീക്ഷിക്കാനോ ഒന്നും നിൽക്കാത്തത്. കാരണം ഇതിനിടയ്ക്കെല്ലാം പുഴു ഉണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ കുറേ സമയം ഇട്ട് അങ്ങനെ ഒരുപാട് പണിയുണ്ട് അത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഈ കോളിഫ്ലവർ സിമ്പിളായിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ ആദ്യം തന്നെ നേരെ ഒന്ന് തിരിച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ഒരു പക്ഷേ നമുക്ക് കിട്ടുമ്പോൾ ഇതുപോലെ 2 ലെയറായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. തണ്ട് ഇതിൻ്റെ പുറത്തെ ഇല വരുന്ന ഭാഗം. അപ്പോൾ അതിൽ ആദ്യത്തെ ലെയർ എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഭാഗം, ഉള്ളിലേക്ക് തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ ഈ പുറത്ത് കാണുന്നതും ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഭാഗം കൂടെ നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ, ഇത് നമുക്ക് ആവശ്യമില്ല, അതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഈ ഓരോ തണ്ടുകൾ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് സേഫായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഇലകളൊക്കെ നമുക്ക് ഇതുപോലെ കളഞ്ഞ് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് കിട്ടും. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നടുക്കത്തെ ഒരു കട്ടിയുള്ള ഭാഗം ഒന്ന് എടുത്ത് കളയണം. അതിന് ഇതുപോലെ നമുക്ക് കത്തി ഇറക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനുള്ളിലേക്ക് ഇതിൻ്റെ അറ്റം ഇറങ്ങിയാൽ മതി. അപ്പോൾ ഈ നടുക്കത്തെ കട്ടിയുള്ള ഭാഗം നമുക്ക് നന്നായിട്ട് വേർപ്പെടുത്തി എടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോന്ന് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടർത്തിയെടുക്കണം. അപ്പോൾ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ കട്ടിയുള്ള ഭാഗം നമുക്ക് വേണ്ട. അപ്പോൾ അത് നമുക്കൊന്ന് ചെത്തിക്കളയാം. അതുപോലെ ഈ കട്ടിയുള്ള ഭാഗം നമുക്ക് ചെത്തിക്കളയാം. അപ്പോൾ ഇതിൽ പുഴുവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ കൂടെ കാണുന്ന ഈ സ്പേസിലായിരിക്കും കയറിയിരിക്കുക. ഇതിനുള്ളിൽ കൂടെയൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പുഴുക്കളൊക്കെ. അപ്പോൾ അതാണ് കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എല്ലാം ഒന്ന് വേർപ്പെടുത്തി എടുത്ത് വെക്കാം. അപ്പോൾ ഈ കട്ടിയുള്ള ഭാഗം ഇതുപോലെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കട്ടിയൊക്കെ വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വെക്കുന്ന സമയത്ത് അത് നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ ചെറുതാക്കി എടുക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എടുത്തുനിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ള് ഈ കട്ടിയുള്ള ഭാഗം കളഞ്ഞിട്ട് നമുക്കൊന്ന് അടർത്തിയെടുക്കാം. നമ്മൾ കോളിഫ്ലവർ ഇതുപോലെ നല്ല വൃത്തിയാക്കി അടർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ പൊളിക്കുന്ന സമയത്ത് ഉള്ള വലിയ പുഴുവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിനുള്ളിൽ കൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയാത്ത ചെറിയ പുഴുക്കളോ അല്ലെങ്കിൽ മുട്ടയോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ ചെന്നുമ്പോഴത്തേന് ഇത് നന്നായിട്ട് ഇതിൻ്റെ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും. ഇനി അതുപോലെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. ഞാൻ ഏകദേശം ഒരു 3 സ്പൂണോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. ഈ വിനാഗിരി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് കൈകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മഞ്ഞൾ പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരി, ഇത്രയും സാധനമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ ചൂടുവെള്ളത്തിൽ വീഴുന്നവിടെ പുഴുവോ കാര്യങ്ങളൊക്കെ ചത്തുപോകും, പക്ഷേ അതിനുള്ളിൽ തന്നെ ഇരിക്കും. പക്ഷേ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പുഴുവോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അതിനകത്തുനിന്ന് പുറത്ത് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളേക്ക് ഈ തയ്യാറാക്കിയ മിക്സിലേക്ക് വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ ഇതിനകത്ത് ഇട്ട് വെക്കുമ്പോഴേക്കും ഉള്ളിലുള്ള ആ കീടങ്ങളോ ഒക്കെ വരെ നന്നായിട്ട് വേംസൊക്കെ നന്നായിട്ട് പുറത്ത് വന്ന് ക്ലീൻ ആവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഏകദേശം വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂറായി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇനിയൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടോ, ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുലുക്കിയെടുക്കാം. അപ്പോൾ ഇതിനുള്ളിലുള്ള ചെറിയ വേംസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കോളിഫ്ലവർ വാങ്ങി നമുക്ക് എന്ത് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. ചൂടുവെള്ളത്തിൽ ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്ത് കിട്ടാൻ സാധ്യത കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. 1-2 പ്രാവശ്യം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നല്ല ടാപ്പിൻ്റെ കീഴെ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ട് നല്ല ടാപ്പിൻ്റെ കീഴെ വെള്ളം തുറന്ന് വെച്ചൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കിയാൽ തന്നെ ഫുള്ള് പോയി നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായി വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേടിയില്ല, ധൈര്യത്തോടെ കോളിഫ്ലവർ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഗോബി മഞ്ചൂരിയോ ഗോബി ചില്ലിയോ ഇനി കോളിഫ്ലവർ കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, ഒരു വിഷയമില്ല. അപ്പോൾ ഇതിനകത്തെ വേംസ് എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ എന്തെങ്കിലും വിഷാംശമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഇതുപോലുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.